കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂർ ബേരൂർ സന്ദർശിക്കുകയും അവിടെ BJP സംഘടിപ്പിച്ച വലിയ നാരീശക്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ചു. അദ്ദേഹം സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിച്ചു. ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം അവിടെ വിശദീകരിച്ചു. വേദിയിൽ സിനിമാ നടി ശോഭന ഉണ്ടായിരുന്നു, പിന്നെ ശീമാട്ടിയുടെ ഉടമസ്ഥ ബീന കണ്ണൻ ഉണ്ടായിരുന്നു, പിന്നെ പിച്ചച്ചട്ടി സമരത്തിൻ്റെ നായികയായിട്ടുള്ള മറിയക്കുട്ടി ഉണ്ടായിരുന്നു, മറ്റ് പല പ്രമുഖ വനിതകളും ഉണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഉദ്ഘാടനം കൂടിയായിരുന്നു അത് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ വമ്പിച്ച റാലി നടത്തി അത് വലിയ വിജയമായി എന്ന് BJPക്കാരും, അങ്ങനെയല്ല വലിയ പരാജയമായി എന്ന് കോൺഗ്രസ്, CPM മുതലായ പാർട്ടികളും അവകാശപ്പെട്ടു. ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ ഇതിനെ വിശദീകരിക്കാനും വ്യാഖ്യാനിക്കാനും വിമർശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഈ റാലി നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം സ്ഥലം MP ആയിരിക്കുന്ന TN പ്രതാപൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ ആരാധകരായ ചില യൂത്ത് കോൺഗ്രസ്സുകാർ നരേന്ദ്രമോദി പ്രസംഗിച്ച സ്ഥലത്ത് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. യൂത്ത് കോൺഗ്രസ്സുകാരല്ലേ പത്രത്തിൽ പടം വരാൻ വേണ്ടി ഇങ്ങനെ ഓരോ കലാപരിപാടികളൊക്കെ നടത്തും. പിണറായി വിജയൻ്റെ നവകേരള യാത്ര നടക്കുമ്പോൾ കരിങ്കുടിയുമായിട്ട് മുമ്പിൽ ചാടും, പോലീസിൻ്റെ ഇന്ന് തല്ലി മേടിക്കും. പിന്നെ DYFIക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് ഇരയാകും. ഇങ്ങനെ പല കുഴപ്പങ്ങൾ ചെയ്യും. കേന്ദ്രത്തിലും ഭരണമില്ല, കേരളത്തിലും ഭരണമില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും നിന്നും തല്ലുകൊള്ളുക എന്നുള്ളതാണ് KSUക്കാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇവിടെ അത് തന്നെ സംഭവിച്ചു. ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പറഞ്ഞത് മോഡിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് വടക്കുന്നാഥ ക്ഷേത്രത്തിന് സമീപം തേക്കുംകാട് മൈതാനത്ത് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ കൊമ്പ് വെട്ടി എന്നുള്ളതാണ്. കൊമ്പ് വെട്ടി നായ്ക്കനാൽ, മണികണ്ഠനാൽ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആലുകൾ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു ആലിൻ്റെ കൊമ്പ് വെട്ടി, അത് വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവർ ചാണകം തളിക്കാൻ വന്നു. അവരെ യൂത്ത് കോൺഗ്രസ്സുകാരെ അപ്പോൾ തന്നെ യുവമോർച്ചക്കാരും മറ്റുമൊക്കെ ചേർന്ന് കൈകാര്യം ചെയ്യും. പോലീസ് ഇവരെ പിടിച്ചു മാറ്റി സംഘർഷം ഒഴിവാക്കിച്ചു. അതവിടെ തീരേണ്ടതായിരുന്നു. പക്ഷേ അവിടെ നിന്നൊരു വലിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടു. നരേന്ദ്രമോദി വന്നപ്പോൾ ഉണ്ടായേക്കാൾ വലിയ വിവാദം ഈ സംഭവത്തിന് ശേഷം പടർന്നു പിടിച്ചു. അത് BJP സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ, തൃശ്ശൂരെ BJPയുടെ പ്രമുഖ നേതാവായിട്ടുള്ള ഗോപാലകൃഷ്ണൻ മറ്റുമൊക്കെ ചേർന്നിട്ടാണ് ഇത് ആളിക്കത്തിച്ചത്. പിന്നീട് ശശികല ടീച്ചറെ പോലുള്ളവർ അത് ഏറ്റുപിടിച്ചു. എന്താ വിവാദം എന്ന് വെച്ചാൽ ഈ TN പ്രതാപൻ MP യഥാർത്ഥത്തിൽ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു ഉപോൽപ്പന്നമാണ്, അവരുടെ ആളാണ്. ഇവരുമായിട്ട് ഇദ്ദേഹത്തിന് അവിശുദ്ധമായ ബന്ധമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിലും പ്രതാപനെ സഹായിക്കുന്ന, പ്രതാപൻ്റെ പ്രധാന പ്രവർത്തകരും പ്രചാരകരുമായിട്ട് പ്രവർത്തിക്കുന്നവർ പോപ്പുലർ ഫ്രണ്ടുകാരും SDPIക്കാരുമാണ് എന്നൊരു ആരോപണം മുന്നോട്ട് വെച്ചു. ഇത് സാധാരണ ഇതിൽ ആരും വിശ്വസിക്കുമായിരുന്നില്ല. TN പ്രതാപനെ എത്ര കൊല്ലമായിട്ട് തൃശ്ശൂർക്കാർക്ക് അറിയാം. അദ്ദേഹം 3 തവണ നാട്ടികയിൽ നിന്ന്, അല്ല 2 തവണ നാട്ടികയിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ച ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയാണ് നാട്ടിക. അവിടെ ആദ്യം കൃഷ്ണൻ കണിയാമ്പറമ്പിൽ തോപ്പിച്ചു, പിന്നെ ഫാത്തിമ അബ്ദുൽ ഖാറിനെ തോപ്പിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിൽ നാട്ടിക സംവരണ മണ്ഡലമായപ്പോൾ ഇദ്ദേഹം കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ വന്ന് മത്സരിച്ചു. അവിടെ നിന്നും വെന്നിക്കൊടി പറിച്ചു. പിന്നെ കുറച്ച് നാൾ അദ്ദേഹം ഒരു സഭയിലേക്കും മത്സരിക്കാതെ വിട്ടു. കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ ജയിക്കിച്ചു. അങ്ങനെ തൃശ്ശൂർക്കാരുടെ ഒരു ഹൃദയ തുടിപ്പായി മാറിയ, അല്ലെങ്കിൽ തൃശ്ശൂർക്കാരുടെ രോമാഞ്ചമായി മാറിയ പ്രതാപൻ പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്ന് പറഞ്ഞാൽ സാധാരണയിൽ ആരും വിശ്വസിക്കില്ല. കാര്യം അദ്ദേഹത്തിന് ഈ നാട്ടിക ചാവക്കാട് ഭാഗത്തുള്ള മുസ്ലിങ്ങളുടെ ഇടയിൽ വലിയ സ്വാധീനമുണ്ട്. അവരുടെ ഒരു ആളായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അതിൻ്റെ അർത്ഥം അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുകാരനാണെന്നല്ല. നാട്ടികയിൽ ആദ്യം മത്സരിച്ചപ്പോഴും, കൊടുങ്ങല്ലൂർ പിന്നെ മത്സരിച്ചപ്പോഴും, തൃശ്ശൂരിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോഴും ഒക്കെ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം പ്രതാപന് അനുകൂലമായിട്ട് ഉണ്ടായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതുണ്ടായി. അതിൻ്റെ അർത്ഥം അദ്ദേഹം പോപ്പുലർ ഫ്രണ്ടുകാരനാണ് എന്നല്ല. എല്ലാവരും വോട്ട് ചെയ്ത കൂട്ടത്തിൽ ഒരുപക്ഷെ പോപ്പുലർ ഫ്രണ്ടുകാർ വോട്ട് ചെയ്ത് കാണും. പക്ഷേ BJPക്കാരെ ആരോപിക്കുന്നത് ഈ പ്രതാപൻ ഈ പാലസ്തീൻ വിഷയത്തിൽ ഹമാസിനെ പിന്തുണച്ച ആളാണ്. നമ്മുടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ സമരങ്ങളിൽ പങ്കെടുത്ത ആളാണ്. അതിലെല്ലാം ഉപരി ഇദ്ദേഹം തേജസ് വാരികയുടെ എന്താണ് അതിൻ്റെ പ്രചാരണ ഉദ്ഘാടനം, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ഇനാഗുറേഷൻ അദ്ദേഹം നടത്തി. അത് ഫേസ്ബുക്കിലിട്ടു. അത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഫേസ്ബുക്ക് പേജിലും വന്നിരുന്നു. പ്രതാപൻ്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലും വന്നിരുന്നു. നാട്ടിലെ പ്രധാനപ്പെട്ട പോപ്പുലർ ഫ്രണ്ടുകാരുടെ കൂടെ ഇദ്ദേഹം നിൽക്കുന്ന പടം അതെടുത്ത് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. ഇത് സാധാരണഗതിയിൽ BJPക്കാരുടെ ഹിന്ദുത്വവാദികളുടെ സൈബർ ഇടങ്ങളിൽ തീർന്നു പോകേണ്ടിയിരുന്ന ഒരു കാര്യമാണ്. BJPക്കാർ നിരന്തരം ഇദ്ദേഹത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്നത്
ജാമിയ മില്ലിയ ഇസ്ലാമിയയിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന വേറൊരു പോപ്പുലർ ഫ്രണ്ടുകാരനാണ് എന്ന ആരോപണമുണ്ടായി. പ്രത്യേകിച്ച് ഈ ഹമാസ് ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് പാലസ്തീനെ അനുകൂലിച്ചുകൊണ്ടും പ്രതാപൻ കൈക്കൊണ്ട നിലപാടുകൾ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ടത് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഫേസ്ബുക്ക് പേജിലോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലോ അല്ല. അതാണ് ഇതിലെ ആശങ്കാജനകമായിട്ടുള്ള കാര്യം. അത് തൃശ്ശൂരിൽ ഒട്ടും കുറവല്ലാത്ത സംഖ്യയുള്ള ക്രൈസ്തവരുടെ സൈബർ ഇടങ്ങളിലായിരുന്നു. തൃശ്ശൂരെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ വ്യാപകമായിട്ട് പടർന്നു പിടിച്ചിട്ടുള്ള ഒരു വലിയ ആരോപണം ഈ പ്രതാപൻ എന്താണ് ഹമാസിൻ്റെയും ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ ഗണത്തിൽപ്പെട്ട അവരുടെ ഒരു ട്രോജൻ കുതിരയാണ് എന്നുള്ളതാണ്. സത്യത്തിൽ പ്രതാപൻ ഇതിനെ എങ്ങനെ ഇതിനെ പ്രതിരോധിക്കും എന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇത് വ്യാപകമായ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിലെ സങ്കടകരമായിട്ടുള്ള വശം ഇതുമല്ല. തൃശ്ശൂരെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രതാപനെ ഏത് രീതിയിൽ സഹായിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പറയത്തക്ക യാതൊരു സഹായവും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ DCC പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ചെറിയ ഭാരവാഹികളോ ഇദ്ദേഹത്തെ പിന്തുണച്ച് എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടാവും. KPCC പ്രസിഡന്റ് അമേരിക്കയിലാണ്. പ്രതിപക്ഷ നേതാവ് പലവിധ തിരക്കുകളിലാണ്. മാത്രമല്ല അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ ചാണകവെള്ളം തളിക്കലൊന്നും കോൺഗ്രസ് ലീഡർഷിപ്പിൻ്റെ അനുവാദത്തോട്ടല്ല, അത് കോൺഗ്രസിൻ്റെ പരിപാടിയുമല്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തവർക്ക് മാത്രമേ ഉത്തരവാദിത്തമുള്ളൂ. ഈ രീതിയിലുള്ള ഒരു തള്ളിപ്പറയൽ കൂടി അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ തന്നെ പ്രതാപൻ്റെ പതനം കാണാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്കറിയാം, പാർട്ടി കോൺഗ്രസ്സാണ്. അതിപ്പോൾ മിക്കവാറും എല്ലാ MP മാർക്കും എല്ലാ MLA മാർക്കും ഇതേ പ്രശ്നം തന്നെയുണ്ട്. ഈ മുത്തിചത്ത് കട്ടിലൊഴിയാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പ്രതാപനെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ്സുകാരുണ്ട്, അല്ലെങ്കിൽ മറ്റ് ആളുകളുണ്ട്. പ്രതാപൻ്റെ എതിർ ഗ്രൂപ്പുകാരുണ്ട്. പ്രതാപൻ പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പുകാരനുമല്ല, അത് A ഗ്രൂപ്പല്ല I ഗ്രൂപ്പല്ല. ഒരു കാലത്ത് VM സുധീരൻ്റെ ആരാധകനായിട്ട് അറിയപ്പെട്ടിരുന്ന ആളാണ്. പിന്നീട് ഒരു ഘട്ടത്തിൽ VM സുധീരൻ തന്നെ പ്രതാപനെ അകറ്റി നിർത്തി. പ്രതാപനുമായിട്ടുള്ള ബന്ധം അദ്ദേഹം മിക്കവാറും അവസാനിപ്പിച്ചു. അങ്ങനെ പ്രതാപൻ ഒരു ഒറ്റയാനായിട്ട് നിൽക്കുകയാണ് തൃശ്ശൂരെ കോൺഗ്രസ് പാർട്ടിയിൽ. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ഇതുപോലൊരു ആരോപണം വരികയും സ്വന്തം പാർട്ടിക്കാർ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ കൂട്ടാക്കാതെ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇടതുപക്ഷക്കാർക്ക് പ്രതാപനോട് പണ്ടേ കലിപ്പാണ്. അവർ ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ പ്രതാപൻ വീണാൽ തൃശ്ശൂർ മണ്ഡലം പൊതുവെ ഇടതുപക്ഷക്കാർക്ക് കുറച്ച് മേൽക്കൈയുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട അസംബ്ലി മണ്ഡലം കൂടി ഇതിൻ്റെ ഭാഗമായപ്പോൾ ഇരിങ്ങാലക്കുട നേരത്തെ മൂന്നപുരമാണ്. മണ്ഡല പുനർവിഭജനം കഴിഞ്ഞപ്പോൾ ഇരിങ്ങാലക്കുട പ്രദേശം തൃശ്ശൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായി. അങ്ങനെ തൃശ്ശൂരിൻ്റെ ഇടതുപക്ഷ സ്വഭാവം വർദ്ധിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു ഘടകം കൂടി ഉള്ളതുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു വിജയസാധ്യതയുണ്ട്. തൃശ്ശൂരെ 7 അസംബ്ലി മണ്ഡലങ്ങളിലും ഇപ്പോൾ LDFൻ്റെ MLA മാരുണ്ട്. LDFന് ആഞ്ഞു പിടിച്ചാൽ ജയിക്കാവുന്ന ഒരു സീറ്റാണ് തൃശ്ശൂർ എന്നൊരു തോന്നലുണ്ട്. പ്രതാപനാണെങ്കിൽ വലിയ അഭ്യാസിയാണ്. അപ്പോൾ പ്രതാപൻ്റെ രംഗത്ത് നിന്ന് മാറ്റേണ്ടത് LDFകാരുടെ ആവശ്യമാണ്. പ്രതാപനെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്തി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കേണ്ടത് BJPക്കാരുടെ ആവശ്യമാണ്. പ്രതാപനെ ഇല്ലായ്മയേണ്ടത് കോൺഗ്രസ്സിലെ എല്ലാ പ്രതാപ വിരോധികളുടെയും ആവശ്യമാണ്, താല്പര്യമാണ്. അവർ തന്നെയും പ്രതാപൻ സുഡാപ്പിയാണ് എന്ന് ഭംഗ്യന്തരേണ പ്രചരിപ്പിക്കുന്നു എന്നാണ് തൃശ്ശൂർ വിശ്വസനീയമായ വൃത്തങ്ങളിൽ നിന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പ്രതാപൻ്റെ കാര്യം കുറച്ച് അങ്കലാപ്പിലാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്ന് കാണാൻ താല്പര്യപൂർവ്വം കാത്തിരിക്കുന്നു. അദ്ദേഹം ഇതിനെ അതിജീവിക്കുന്നതിനാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ എങ്ങനെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.